ഈ നരേന്ദ്രമോദി ലോകത്ത് ഏറ്റവും ശക്തിയുള്ള ഭരണാധികാരിയിൽ ഒരാളാണ് എന്നുള്ളതാണ്. എങ്കിൽ ഞാൻ പറയുന്നു അല്ല എന്നാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപ് ഏകദേശം കുറച്ച് ദിവസങ്ങളായിട്ട് നരേന്ദ്രമോദിയെയും നമ്മുടെ രാജ്യത്തെയും പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മറുപടി പോലും നരേന്ദ്രമോദി ദിവസം വരെ കൊടുത്തിട്ടില്ല. തെളിവ്. പ്രിയ സുഹൃത്തുക്കളെ, അപ്പൊ നിങ്ങൾ കേട്ടല്ലോ അരിപ്പൊടിന്റെ വാക്കുകൾ. അപ്പൊ അതിന് നമുക്ക് ജെമിനിയോട് ചോദിക്കാം, അതിനുള്ള മറുപടി ജെമിനി കൊടുക്കും. ജെമിനി, നമ്മുടെ പ്രധാനമന്ത്രി പലപ്പോഴും പല രാജ്യത്തിലുള്ള പ്രധാനമന്ത്രികളും അതല്ലെങ്കിൽ ഭരണാധികാരികളും പ്രകോപിപ്പിക്കുന്നുണ്ട് ഇന്ത്യയെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനെ. നമ്മുടെ മോദി, ഇന്ത്യൻ പ്രസിഡന്റായ മോദി അതിന് വളരെ സൈലന്റ് ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അയാൾ സൈലന്റ് ആയിട്ടിരിക്കുന്നത്? എന്തുകൊണ്ട് മറുപടി കൊടുക്കുന്നില്ല? ഇപ്പൊ പറയാനുള്ള മറുപടി ഒരു ഭരണാധികാരി എങ്ങനെ ഉണ്ടാകണം എന്നുള്ളതിൽ കാണിക്കും. അമേരിക്കൻ ഭരണകൂടമോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള വിമർശനങ്ങളോ ഉണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലപ്പോഴും പാലിക്കുന്ന നിശബ്ദതയ്ക്ക്, സ്ട്രാറ്റജിക് സൈലൻസ് പിന്നിൽ കൃത്യമായ ചില നയതന്ത്ര കാരണങ്ങളുണ്ടാകും. ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ താങ്കൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ചില പ്രധാന പോയിന്റുകൾ താഴെ പറയുന്നവയാണ്. 1. നയതന്ത്ര പക്വത, ഡിപ്ലോമാറ്റിക് മെച്ചൂരിറ്റി. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഓരോ പ്രസ്താവനയ്ക്കും മറുപടി നൽകുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ഒരു ലോകശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനും അനാവശ്യ വിവാദങ്ങളിൽ പെടാതിരിക്കാനും ഈ നിശബ്ദത സഹായിക്കുന്നു. 2. സാമ്പത്തിക താൽപര്യം. അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ്. രാഷ്ട്രീയമായ പ്രകോപനങ്ങൾക്ക് വൈകാരികമായി മറുപടി നൽകിയാൽ അത് വ്യാപാര കരാറുകളെയും വിദേശ നിക്ഷേപങ്ങളെയും ബാധിച്ചേക്കാം. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മുൻനിർത്തിയാണ് പലപ്പോഴും പ്രകോപനങ്ങളെ അവഗണിക്കുന്നത്. 3. ആഭ്യന്തര കാര്യങ്ങളിലെ വ്യക്തത. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തുനിന്നുള്ള ഇടപെടലുകൾ ആവശ്യമില്ല എന്ന ശക്തമായ സന്ദേശമാണ് മോദി ഇതിലൂടെ നൽകുന്നത്. മറുപടി നൽകാതിരിക്കുന്നതിലൂടെ ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. 4. സൈലന്റ് വർക്ക്, ഫോക്കസ് ഓൺ ആക്ഷൻ. വാക്കുകളേക്കാൾ പ്രവൃത്തികൾക്ക് പ്രാധാന്യം നൽകുക എന്നതാണ് ഇതിന്റെ മറ്റൊരു വശം. G20 അധ്യക്ഷപദം ഏറ്റെടുത്തതും മറ്റ് ആഗോള കൂട്ടായ്മകളിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിച്ചതും ഇത്തരം നിശബ്ദമായ നീക്കങ്ങളിലൂടെയാണ്. 5. ദീർഘകാല ബന്ധങ്ങൾ. അമേരിക്കയിൽ ഭരണകൂടങ്ങൾ മാറി വന്നേക്കാം, എന്നാൽ ഇന്ത്യ അമേരിക്ക ബന്ധം ശാശ്വതമായി നിലനിൽക്കേണ്ട ഒന്നാണ്. വ്യക്തിപരമായ പ്രകോപനങ്ങൾക്ക് മറുപടി നൽകാതിരിക്കുന്നത് ഭാവിയിൽ ആ രാജ്യവുമായി നല്ല ബന്ധം തുടരാൻ സഹായിക്കും. ചുരുക്കത്തിൽ, പ്രകോപനങ്ങളെ അവഗണിക്കുന്നത് ദുർബലതയല്ല, മറിച്ച് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ പ്രതികരിക്കാനുള്ള ഒരു തന്ത്രമാണ്. താങ്കളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇത്തരം സങ്കീർണമായ വിഷയങ്ങൾ ലളിതമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ സഹായിക്കാം. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ അരിപ്പൊടിയോടൊന്നല്ല എല്ലാവരോടും പറയാനുള്ളത്, എനിക്ക് ഇതുപോലെ തന്നെയാണ് ഇറാഖ് അല്ലേ? ഇറാഖില് അവിടുത്തെ ഭരണാധികാരി ഒരു സിംഹമായിരുന്നു. പലപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് പ്രകോപിപ്പിച്ചപ്പോൾ അയാൾ അതിനനുസരിച്ചുള്ള മറുപടി കൊടുത്ത് ഇറാഖിന്റെ അവസ്ഥ ഉണ്ടായി. അതുപോലെ മറ്റുള്ള പല രാജ്യവും, ഇപ്പൊ ഗദാഫി എടുത്തോളൂ. ഗദാഫിയൊക്കെ വലിയ രാജാവായിട്ട് എന്തെല്ലാം പറഞ്ഞു. ലാസ്റ്റ് എന്തായി? എന്നെ വെടിവെച്ച് കൊല്ലരുതേ എന്ന് പറഞ്ഞിട്ടല്ല മരിച്ചുപോയത്. ഇപ്പോൾ ഇറാനുണ്ട് അല്ലേ? ഏതൊക്കെ രീതിയിൽ അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ഇന്ത്യയും വളരെ സൈലൻ്റ് ആയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് പോയില്ലെങ്കിൽ ഇവരും ഇതേപോലെ പല രീതിയിൽ നമ്മളെ ആക്രമിക്കാനും നശിപ്പിക്കാനും വരും. അപ്പോൾ നമ്മൾ ശക്തനായി നിൽക്കണം. അത് എങ്ങനെ? അതിനുള്ള സമയങ്ങളുണ്ട്. വെറുതെ കയറി ചാടിക്കയറി തല വെച്ച് കൊടുക്കരുത്. അതിനേക്കാളും നല്ലത് വളരെ സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് എന്ത് ചെയ്യോ, സമാധാനത്തോടു കൂടി എല്ലാ രാജ്യങ്ങളെയും നമ്മൾ കയ്യിലെടുത്തുകൊണ്ട് നമ്മളൊരു വാക്ക് പറയുമ്പോൾ അതിന് നമുക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ 100 രാജ്യങ്ങൾ വന്ന് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു മനുഷ്യനും ഒരു രാജ്യവും കളിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ പറയാം നമ്മുടെ മോദി എടുക്കുന്ന ഈ ഒരു തീരുമാനം. അമേരിക്കൻ പ്രസിഡന്റ് പലപ്പോഴും പ്രകോപിപ്പിച്ചിട്ട് പോലും അനങ്ങാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കും കമൻറ്റിലൂടെ പറയാം.